ഇന്നെന്താ വിശേഷം എന്നല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് കുറച്ച് ഉള്ളി പറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ പോലെ ഒരു മുറപ്പെടുത്ത പറമ്പിൽ ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഒരു ഉള്ളി കടയുമ്പോൾ തന്നെ 40 ഉള്ളിയുടെ അടുത്തേക്ക് വരെ ഉണ്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിയെ തണ്ടൊക്കെ പെട്ടെന്ന് ചീഞ്ഞിപ്പോയി. കാരണം മഴ പെയ്തോടു കൂടി നമ്മൾ ഉള്ളി പറിക്കാൻ കുറച്ച് നേരം വൈകി. അതുകൊണ്ടായിട്ടോ സംഭവിച്ചത്. എങ്കിലും നമുക്ക് നന്നായിട്ട് ഉള്ളി ഉണ്ടായി കിട്ടി. അപ്പോൾ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ കാണാത്തവർ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊരു മുറ ഉള്ളി പറിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഇത്രയും ഉള്ളി നമ്മൾ പറിച്ചു വേണ്ട. ഇപ്പം നമ്മൾ വെച്ച് കൊടുത്തത് ആകെപ്പാടെ കഴിഞ്ഞ വട്ടം 26 കട ഉള്ളി വെച്ചതാണ് പറിച്ചത്. ഈ വട്ടം ഈ തരത്തിൽ 28 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളി. എന്നിട്ട് ഇത്രയും ഉള്ളി കിട്ടി നമുക്ക്. ഇനിയിപ്പോൾ നമ്മളിത് അവിടെ ഒരു ഉള്ളി നട്ടിട്ടുണ്ട്. അതുകൂടി ഞാൻ കാട്ടിത്തരാം ഇങ്ങനെ നട്ടുനോക്കണമെന്നുള്ളത്. ഈ ഒരു ഉള്ളി നമ്മൾ ഇന്നലെ വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി വെച്ചപ്പോൾ നോക്കിയേ, വെറുതെ കണ്ട ഓരോ ഉള്ളി വീതണം നമ്മൾ പിന്നെ ഇന്നലെ വെച്ച കാരണമാണ് ഇത് എടുത്ത് കാട്ടി തരണം. ഇങ്ങനെ വെറുതെ മണ്ണിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുള്ളൂ. പിന്നെ നനച്ച് കൊടുക്കുക, അങ്ങനെ മതി. ഉള്ളി എപ്പോഴും പുറമെ നിൽക്കണം നമുക്ക് കാണണം. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ചെയ്യണ വളം എന്ന് പറയുന്നത് നമ്മൾ എല്ലുപൊടിയും കപ്പലണ്ടി പിണ്ണാക്കും പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുക. അതും ഇത്രയും നീളത്തിൽ അവരെ കൂമ്പ് വന്നതിന് ശേഷമായിട്ട് ഇട്ട് കൊടുക്കുള്ളൂ. അത് നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാം നമ്മൾ എന്താ ചെയ്യാണെന്ന്. ഷോർട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയണേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് നൈസ് കണ്ടത് ഇതേപോലെ ഒരു ചെറിയൊരു ചാല് പോലെ ഇങ്ങനെ പോരും. എന്നിട്ട് ഇവിടെയാണ് ഇട്ട് കൊടുക്കുക എല്ലുപൊടി കപ്പലണ്ടി പിണ്ണാക്കും. ഒരിക്കലും ഉള്ളിയുടെ കടക്കിലേക്ക് ഇട്ട് കൊടുക്കില്ല. പിന്നെ നനയ്ക്കുമ്പോൾ അവർക്ക് ആവശ്യത്തിന് അങ്ങനെ വളം ചെല്ലും. അങ്ങനെയായിട്ട് നമ്മൾ ചെയ്യാറ്. പിന്നെ ആഴ്ചയിൽ നമ്മൾ പച്ച ചാണകം നല്ല നേർപ്പിച്ചിട്ട് അതും ഒഴിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇത്രയും ചെയ്യാറുള്ളൂ കേട്ടോ നമ്മൾ ഉള്ളിക്ക്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് 60 ദിവസമായി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി പറിക്കാം. നമ്മുടെ വീട്ടിലത്തെ മുളകാണ് ഇട്ടത്. ഇനിയിപ്പോൾ നമ്മുടെ ഉള്ളിനൊന്ന് വെയിലത്തിട്ട് ഉണക്കണം. അപ്പോൾ ഒരു ചാക്ക് എടുക്കട്ടെ. ഈ ഉള്ളി ഉണ്ടല്ലോ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിളവെടുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് ഇതിനൊക്കെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിക്കണ്ട. ഉണങ്ങി വരുമ്പോൾ ഇതേപോലെ നല്ല കളറായിട്ട് വരും കേട്ടോ. നമ്മുടെ ഇപ്പോൾ പറിച്ച ഉള്ളി കണ്ട, രണ്ടിൻ്റെ വ്യത്യാസം കണ്ട. ഇതേപോലെ തന്നെയായിരുന്നു ഇതും പറിച്ച് വന്നപ്പോൾ. ഇപ്പോൾ ഉണങ്ങി വന്നപ്പോൾ ഇതേപോലെ. ഇതിന് പിന്നെ ഇത്തിരി കൂടി നനവ് കൂടിയപ്പോൾ ഒരു കുറച്ചുകൂടി ഡാർക്കൻസ് കിട്ടിയിട്ടുണ്ട് മാത്രം ഇന്ന് പറിച്ച ഉള്ളിക്ക്.